നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യേ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 14. ഈ അധ്യായത്തിൽ ശുകോത്പത്തിയെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ശുകൻ എങ്ങനെയാണ് ജനിച്ചതെന്നുള്ള കാര്യം വിശദമായി പ്രതിപാദിക്കുന്നു. അപ്പോൾ സുന്ദരിയായ ഘൃതാജിയെ കണ്ട കാര്യം നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. അങ്ങനെ ഘൃതാജിയെ കണ്ട വ്യാസൻ വളരെ ചിന്താപരനായി തീർന്നു. ഇവളെ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹം ശങ്കിച്ചു. അപ്പോൾ ഘൃതാജി ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇദ്ദേഹം എന്നെ ശപിക്കുമല്ലോ എന്നാണ്. ആ ഭയം അവളെ ബാധിച്ചു. അതുകൊണ്ട് ഘൃതാജി ഒരു പെൺതത്തയുടെ രൂപം കൈക്കൊണ്ട് ഭയപ്പെട്ട് പറന്നുപോയി. ഈ കാഴ്ച കണ്ടപ്പോൾ വ്യാസനിൽ അവളോടുള്ള ഇഷ്ടം കടന്നുകൂടി. ശരീരം മുഴുവൻ രോമാഞ്ചമുണ്ടായി. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അഗ്നി ഉണ്ടാകണമെന്ന വിചാരത്തോടെ കടഞ്ഞുകൊണ്ടിരുന്ന മുനിയുടെ രേതസ് പെട്ടെന്ന് അരണിയിൽ പതിച്ചു. അപ്പോൾ അദ്ദേഹം വീണ്ടും രേതസ് വീണത് മനസ്സിലാക്കാതെ അരണി കടഞ്ഞുകൊണ്ടിരുന്നു. അതിൽ നിന്നും വ്യാസനെ പോലെ രൂപസൗന്ദര്യമുള്ള ശുകൻ ജനിച്ചു. അങ്ങനെ ആ ശുകൻ അത്യധികം ജ്വലിക്കുന്ന തേജസ്വരൂപിയായി തീർന്നു. വ്യാസൻ ആ പുത്രനെ നോക്കിക്കണ്ടു. ഈ ഗാർഹപത്യാഗ്നി ആണ് കടഞ്ഞുകൊണ്ടിരുന്നത്. ആ അഗ്നി ബ്രാഹ്മണൻ അന്ത്യകാലം വരെ സംരക്ഷിക്കേണ്ട അഗ്നിയാണ് എന്ന് സൂതൻ നമ്മളെ അറിയിക്കുന്നുണ്ട്. ഇനി ശ്ലോകം 13 പാരായണം ചെയ്യാം. ഗംഗാന്തസ്നാപയാമാസ സമാഗത്യ ശിരേസ്തദാ പുഷ്പവൃഷ്ടിസ്തു ഖാജാത ശിശോരുപരിതാപസാഖ. വ്യാസൻ ആ ശിശുവിനെ ഗംഗയിൽ കുളിപ്പിച്ചു. എന്നിട്ട് പർവ്വതത്തിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ, ഹേ താപസന്മാരെ, ശിശുവിൻ്റെ മേൽ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടായി. ശ്ലോകം 14. ജാതകർമാദികം ചക്രേ വ്യാസസ്തസ്യ മഹാത്മനഃ ദേവ ദുന്ദുഭയോ നേതുർ അന്യത്തുച്ഛാപ്സരോ ഗണാഃ. വ്യാസൻ ആ മഹാത്മാവിന് ജാതകർമാദികൾ ചെയ്തു. ദേവന്മാർ അപ്പോൾ പെരുമ്പറ മുഴക്കി. അപ്സരസംഘങ്ങൾ നൃത്തമാടി. ശ്ലോകം 15. ജഗുർഗന്ധർവപതയോ മുദിതാസ്തേ ദിദൃക്ഷവാഹ വിശ്വാവസുർനാരദച്ഛ തുമ്പുരു ശുകസംഭവേ. ഗന്ധർവമുഖ്യന്മാർ പാടി. വിശ്വാവസുവും നാരദനും തുമ്പുരുവും ശിശുവിൻ്റെ ജനനത്തിൽ സന്തോഷിച്ചു. അവർ ശിശുവിനെ കാണാൻ ആഗ്രഹിച്ചു. ശ്ലോകം 16. തുഷ്ടുവിർമുദിതാ സർവേ ദേവാ വിദ്യാധരാസ്തഥാഹ ദൃഷ്ട്വാ വ്യാസസുതം ദിവ്യം അരണീഗർഭസംഭവം. അരണീഗർഭത്തിൽ നിന്നും ജനിച്ച ദിവ്യനായ ശുകനെ കണ്ടിട്ട് ദേവന്മാരെല്ലാം സന്തോഷിച്ച് സ്തുതിച്ചു. അതുപോലെ വിദ്യാധരന്മാരും. ശ്ലോകം 17. അന്തരീക്ഷാത് പപാദോർവ്യാം ദണ്ഡകൃഷ്ണാജിനം ശുഭം കമണ്ഡലുസ്തഥാ ദിവ്യ ശുകസ്യാർത്ഥേ ദ്വിജോത്തമ. ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, ദണ്ഡും കൃഷ്ണമൃഗത്തിൻ്റെ ഉത്തമമായ തോലും ദിവ്യമായ കമണ്ഡലവും അന്തരീക്ഷത്തിൽ നിന്ന് ശുകന് വേണ്ടി ഭൂമിയിൽ നിപതിച്ചു. ശ്ലോകം 18.
സദ്യ സ വവൃദ്ധേ ബാലോ ജാതമാത്രേ അതിദീപ്തിമാൻ തസ്യോപനയനം ചക്രേ വ്യാസോ വിദ്യാവിധാനവിത്. അതിതേജസ്വിയായ ബാലൻ ജനിച്ച മാത്രയിൽ തന്നെ പെട്ടെന്ന് വളർന്നു വലുതായി. വിദ്യാദാനക്രമത്തെപ്പറ്റി അറിയാവുന്ന വ്യാസൻ അവൻ്റെ ഉപനയനകർമ്മം നടത്തി. ശ്ലോകം 19. ഉത്പന്നമാത്രം തം വേദാഃ സരഹസ്യാസംഗ്രഹാഃ ഉപതുസ്തുർമഹാത്മാനം യഥാസ്യ പിതരം തഥാ. ജനിച്ച ഉടൻ തന്നെ രഹസ്യങ്ങളും സാരഭൂതങ്ങളുമായ വേദങ്ങൾ മഹാത്മാവായ അദ്ദേഹത്തിൻ്റെ പിതാവിനെ എങ്ങനെ പ്രാപിച്ചിരുന്നുവോ അതുപോലെ തന്നെ പ്രാപിച്ചു. ശ്ലോകം 20. യതോ ദൃഷ്ടം ശുകീരൂപം ഘൃതാച്യ സംഭവേ തഥാ ശുകേതി നാമ പുത്രസ്യ ചകാര മുനിസത്തമഃ. ഘൃതാജിയുടെ ശുകീരൂപം അല്ലെങ്കിൽ തത്തയുടെ രൂപം കണ്ടതാണല്ലോ പുത്രോത്പത്തിക്ക് കാരണം. അതുകൊണ്ട് വ്യാസമുനി ആ പുത്രന് ശുകൻ എന്ന പേര് നൽകി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.